ഗൈസ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ നമ്മുടെ ബർത്ത്ഡേ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ്. അതിന് ഞാനൊരു 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നേരെ നമ്മുടെ നീണ്ടാരെയുള്ളൊരു ബീച്ചുണ്ട്. അത് വലിയ ആൾക്കാരൊക്കൊന്നുമില്ല, നമുക്ക് കല്യാണ ഷൂട്ടും അങ്ങനെയുള്ള ഷൂട്ടൊക്കെ പോയി എടുക്കാൻ പറ്റും അവിടെ പോയി കേട്ടോ. നമ്മൾ അതിലാണെങ്കിൽ വിളിച്ച് നേരെ അവിടെ വന്നു കേട്ടോ. നമ്മുടെ ക്യാമറമാനാണെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ വന്ന് ഷൂട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസിന് ഷൂട്ടൊക്കെ ഇവിടെ വന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ കോസ്റ്റ്യൂം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ വൈറ്റ് കോസ്റ്റ്യൂമും ഉണ്ട് കേട്ടോ വേറെ എണ്ണം. പിന്നെ അനിയത്തിയുടെ ഡ്രസ്സ് അതല്ല ഇട്ടോണ്ട് വന്നതല്ല, വേറൊരു കോസ്റ്റ്യൂം. അത് അവിടെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഷൂട്ടിൻ്റെ വീഡിയോയും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അസ്തമയം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് തുണി ചെയ്ത് തന്നെ കാനറി ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയുള്ള ബ്യൂട്ടിക്ക് ചെയ്ത് തന്നെ ഡ്രസ്സ് അടിപൊളിയായിട്ട് അവർ ചെയ്ത് തന്നെ. ഞാൻ എങ്ങനെ ആഗ്രഹിച്ച ആ രീതി എൻ്റെ 2 കോസ്റ്റ്യൂമും ചെയ്ത് തന്നത്. ആർക്കെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ അവിടെ ഡ്രസ്സ് കൊടുക്കാമെങ്കിൽ അവർ നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്ന ആ രീതി, അമ്മക്ക് ഇഷ്ടമുള്ള മോഡൽ രീതി അവർ ഡ്രസ്സ് തയ്ച്ച് തരും അടിപൊളിയായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു 2 ഡ്രസ്സും. അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് പിന്നെ നേരെ പിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കിയതിൻ്റെ മെയിൻ കാണാൻ നല്ല ദൂരമുണ്ട് അവിടെ നിന്ന്. 7:30 ആയി വീട്ടിൽ വന്നപ്പോൾ ഏട്ടനും ഞാനും അനിയത്തിയും കൂടെ പിന്നെ കരുനാഗപ്പള്ളി വരെ പോയി. കരുനാഗപ്പള്ളി വരെ പോയതിൻ്റെ മെയിൻ കാരണം കുറച്ച് പർച്ചേസ് എന്ന് പറയാം, കുറച്ച് പർച്ചേസും പിന്നെ ഫുഡ് അടിക്കാനും കയറിയിട്ട്. മെയിൻ കാരണം ഫുഡ് അടിക്കാൻ കയറിയത് കേട്ടോ. അങ്ങനെ മസാല ദോശയും നല്ല ചൂട് വടയും നല്ല ചട്നിയൊക്കെ കൂട്ടി അടിപൊളി മസാല ദോശ കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരെ പിന്നെ വീട്ടിലോട്ട് പോയിട്ട് അടുത്ത വീട്ടിൽ കാണാം.